ശ്രീമദ് ഭാഗവതം ക്ലാസ് 211. നമ്മളിന്ന് സ്കന്ധം 10 ആദ്യ അധ്യായമാണ് നോക്കുന്നത്. അതിലെ 10ാമത്തെ ആദ്യ ഭാഗമാണ് നോക്കുന്നത്. അതിലെ 10ാമത്തെ അധ്യായമാണ് ഭഗവാൻ അർജുന വൃക്ഷം വീഴ്ത്തുന്നതിനെ പറ്റി. കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് നളകുവരനും മണിഗ്രീവനും എന്ന 2 കുബേരപുത്രന്മാരാണ്. അവർ കുറച്ച് മോശമായി പെരുമാറിയത് കൊണ്ട് നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. എന്നിട്ട് അവരാണ് ആ 2 വൃക്ഷമായിട്ട് ഈ കൃഷ്ണനെ ഒരള് കെട്ടിയിട്ട് കൃഷ്ണൻ അതും വലിച്ചു പോകുമ്പോൾ കണ്ട 2 വൃക്ഷത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ആ വൃക്ഷത്തിലൂടെ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു കഥ പറയുകയാണ്. ആ കഥയിലൂടെ ചില ആശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1 പരീക്ഷിത്ത് രാജാവോടാണല്ലോ കഥ പറയുന്നത്. പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, ഈ നാരദ മഹർഷി എന്ത് കാരണം കൊണ്ടാണ്, ഇല്ലേ അവരുടെ ഏത് കുറ്റം കൊണ്ടാണ് അവരെ ശപിച്ചത് എന്നൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി. 2:3 ശുഗൻ പറയുകയാണ്, ശിവന്റെ സേവകരായിരുന്നു അവർ അതിഗർവിഷ്ഠരായിരുന്നു, ഭയങ്കര ഗർവിഷ്ഠരായി മതം ഉളുത്ത് കിടക്കുകയാണ്. അതായത് അവർ കുബേരൻ്റെ പുത്രന്മാരാണ്. അപ്പം അത്രയും പൈസയുണ്ട്, പണം കെട്ടിക്കിടക്കുകയാണ്. അപ്പം മതം സ്വാഭാവികമാണ്. എന്നിട്ട് വാരുണി എന്ന മദ്യവും കഴിച്ചിട്ട് മത്തരായി ചുഴലുന്ന കണ്ണുകളുമായിട്ട് ഗംഗാനദിയുടെ തീരത്തുള്ള കൈലാസത്തിലെ പൂങ്കാവനത്തിൽ കുറച്ച് സ്ത്രീകളോടും കൂടിയായിട്ടാണ് അവരെത്തിയത്, പാട്ടും പാടിക്കൊണ്ട്. എന്നിട്ട് താമരപ്പുഴയുടെ തീരത്ത്, ഗംഗാനദിയുടെ തീരത്ത്, ആ നദിയിൽ അതിൻ്റെ ഉള്ളിൽ, ആ നദീൻ്റെ അകത്ത് ആ തരുണീമണുകളുമായിട്ട് പിടിയാനയോട് നേരെ മതയാന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അവർ പീഡിച്ചു കൊണ്ടിരുന്നു. 5 പറയുകയാണ്, ആ സമയത്താണ് ആകസ്മികമായ നാരദൻ അവിടെ വരികയും മതോന്മത്തരായ അവരെ അവിടെ കണ്ട് അവരെ ആ അവസ്ഥയിൽ അവരെ കാണുകയും ചെയ്തു. 6 പറയുകയാണ്, വസ്ത്രം ധരിക്കാതിരുന്ന അപ്സര സ്ത്രീകളൊന്നും വസ്ത്രം ധരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് നാണം തോന്നിയിട്ട് അവർ ശാപത്തെ വായന്നിട്ട് എന്ത് ചെയ്തു? വേഗത്തെ പോയിട്ട് വസ്ത്രം എടുത്തു കൊടുത്തു. എന്നാൽ യക്ഷന്മാരായ ഇവർക്ക് നാണവും മാനമൊന്നുമില്ല. അതുകൊണ്ട് അവർ നാരദരെ ഗൗനിച്ചൊന്നുമില്ല. അപ്പോൾ 7 പറയാണ്, ഐശ്വര്യത്താൽ കണ്ണു കാണാത്തവരായി തീർന്നിരിക്കുന്ന ആ ദേവന്മാരെ. നാരദൻ ചിന്തിക്കുകയാണ്, ഐശ്വര്യം അങ്ങ് തലക്ക് പിടിച്ചിട്ട് കണ്ണ് കാണാത്ത അവസ്ഥയിലാണ് ഈ ദേവന്മാരുള്ളത്. അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ഈ പാപം ഇല്ലാതാക്കുക, അതുവഴി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ശാപം കൊടുക്കാൻ തീരുമാനിച്ചു. ശാപം കൊടുക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ആ ശാപത്തിലൂടെ അവർക്കെന്ത് വേണം? മോക്ഷം നേടണം. ഇനി 8 നാരദൻ പറയുകയാണ്. എന്നിട്ട് നാരദൻ ഇത് പറഞ്ഞു, സംതൃപ്തി ഉളവാക്കുന്ന വിഷയങ്ങൾ അനുഭവിക്കുന്നവന്, സംതൃപ്തി ഉളവാക്കുന്ന വിഷയങ്ങളെല്ലാം അനുഭവിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഐശ്വര്യ മതത്തിലും കവിഞ്ഞ്, അപ്പോൾ ഐശ്വര്യമുണ്ടാകും മതമെന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തും. പക്ഷേ അതിനെയും മറികടന്നിട്ട് കുലീനത, അഭിമാനം എന്നിവ ഉണ്ടായാൽ അവർക്ക് വിവേകം നശിക്കില്ല. അപ്പോൾ സൗഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മതം പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. എത്രയും സാമ്പത്തികപരമായ ഉന്നതിയിലെത്തുമ്പോൾ അവർക്കെന്ത് പറ്റും? ഈ എല്ലാ സംതൃപ്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യ മതം എന്തായാലും ഉണ്ടാകും. പക്ഷേ ആ മതത്തിന് മുകളിലാണ് അവരുടെ വിവേകവും
അവരുടെ ഇത് കുലീനതയും അഭിമാനവുമെങ്കിലും അവർ അഭിമാനം വിട്ട് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവൃത്തിയൊന്നും ചെയ്യില്ല. കുലീനതയും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, അവരുടെ വിവേകം നശിക്കില്ല. അപ്പം എത്ര ഐശ്വര്യമുണ്ടായാലും എത്ര സുഭിക്ഷത ഉണ്ടായാലും കുലീനതയും അഭിമാനവും കൈവിട്ടില്ല എങ്കിലും അത് ഐശ്വര്യ മതത്തിന് മുകളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ വിവേകം നശിക്കില്ല. എന്നാൽ ഐശ്വര്യ മതം ഉണ്ടാകുമ്പോൾ സ്ത്രീ സേവ, ചൂതുകളി, മദ്യപാനം എന്നിവ അധർമ്മങ്ങൾക്ക് കാരണമായി തീരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പോൾ സ്ത്രീ സേവയും ചൂതുകളിയും മദ്യപാനമെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് കയറി വരുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? അധർമ്മം സംഭവിക്കുന്നു. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇന്ന് പണം തലക്ക് പിടിക്കുമ്പോൾ പിന്നെയുള്ള നമ്മൾ ഈ കുറേ ക്ലബുകളെല്ലാം അറിയാലോ, ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരെന്താവുന്നു? അധർമ്മികളായിട്ട് മാറും. 9. ഐശ്വര്യമതം ഉണ്ടാകുമ്പോൾ നശിക്കുന്ന ഈ ശരീരത്തെ, ഐശ്വര്യമതം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഐശ്വര്യം നേടിയിട്ട് മതം പിടിച്ച് നടക്കുന്ന ഈ അവസരത്തിൽ ഈ ശരീരത്തെ ജരാനത ബാധിക്കുന്നതായി കണക്കാക്കി ഈ ശരീരത്തിലാണ് അവർക്ക് എന്തുള്ളത്? അഭിമാനം എല്ലാം എന്തെല്ലോ ആണെന്ന് തോന്നി. ഈ ശരീരം ഉള്ളതുകൊണ്ടാണ് എന്തെല്ലോ ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ശരീരം എന്താണ്? ജരാനരയെല്ലാം പിടിക്കുന്ന സംഗതിയാണെന്ന് അവർ എന്തിൽ ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. ഈ ശരീരം നാളെ നശിക്കുമെന്നുള്ള ചിന്തയൊന്നുമില്ലാതെ അപ്പോൾ അവർ കരുണയും ഉണ്ടാവില്ല. ഈ അവസ്ഥയിലെത്തുമ്പോൾ ആരോടും കരുണയുമില്ല, മനസ്സൊതുക്കവുമില്ല. അവരെന്ത് ചെയ്യും? മറ്റുള്ള പ്രാണികൾക്കെല്ലാം ഹിംസിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നു. അപ്പം സുഭിക്ഷതയിൽ ജനിച്ചിട്ട് ആ ഐശ്വര്യമതം തലക്ക് പിടിച്ച് ചൂതുകളിയും സ്ത്രീസേവയും മദ്യപാനത്തിലേക്കെല്ലാം തിരിയുന്നവർ പിന്നെ അവരെ ഈ ശരീരം അവർ വിചാരിക്കുന്നത് ഈ ശരീരം എത്രയോ എല്ലാ കാലത്തും നമ്മളെ കൂടി ഉണ്ടാവും, അതിന് നരയൊന്നും പിടിക്കില്ല. എന്നിട്ട് അഹങ്കാരികളായിട്ട് ഒരു കരുണയില്ലാത്തവരായിട്ട് തീരും. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള പ്രാണികൾക്കെല്ലാം ശല്യമായിട്ട് തീരും. എന്നിട്ട് 10 പറയുകയാണ്, നരദേവൻ, ഭൂദേവൻ എന്നെന്ത് പേരുണ്ടായാലും അവർ എന്ത് പേരിൽ അറിഞ്ഞാലും അവസാനം ശരീരം എന്തായിത്തീരുന്നു? കൃമിയെന്നോ മലമെന്നോ ചാമ്പലെന്നോ പേരായിത്തീരുന്നു. നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടാൽ, പ്രഭുവെന്നോ എന്ത് പേരിൽ അറിയപ്പെട്ട, കുബേരെന്നോ എന്ത് പേരിൽ അറിയപ്പെട്ടാലും അവസാനം ഈ ശരീരം എന്തായിട്ടാണ് തീരുന്നത്? കൃമിയായിട്ടോ മലമായിട്ടോ ചാമ്പലെന്നോ പേരായിത്തീരുന്നു. ചിലപ്പോൾ എന്നിട്ട് ദ്രോഹികളാകുന്നവൻ ഇതറിയുന്നില്ല. ഈ അവസാനം ഈ ഐശ്വര്യമതം പിടിച്ചിട്ട് നടക്കുന്ന പ്രാണിദ്രോഹികൾ ഈ ശരീരം അവസാനം ഇതെല്ലാമായി നാളെ മാറുന്നതാണ് എന്നുള്ള കാര്യം അവൻ മറന്നുകൊണ്ട് ഇതെപ്പോഴും എനിക്കിങ്ങനെയാണ് എന്ന ചിന്തയിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത്. ഇനി 11 പറയാണ്, ഈ മതശരീരം ചോറ് തന്ന വളർത്തിയവൻ്റെ സ്വത്താണ്. ഇതാണ് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ ശരീരം ചോറ് തന്ന് വളർത്തിയവൻ്റെ ശരീരമാണ്. അതല്ല അച്ഛൻ്റേതാണോ, അല്ല അമ്മയുടേതാണോ, അതല്ല വല്ലവരും നമ്മളെ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ആ യജമാനൻ്റേതാണോ? പക്ഷേ ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാലും അവസാനം ഇത് ആരുടേതാണ് എന്ന് നാരദൻ തന്നെ പറയുകയാണ്, ചുടലപ്പറമ്പിലതാണ്, ആ ചുടലയുടേതാണ്. ഈ ശരീരം അവർക്ക് ആർക്ക് അവകാശപ്പെട്ടതാണ്? ചുടലപ്പറമ്പിൽ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അവകാശം നമ്മളൊന്നുമല്ല, ആരുമല്ല. ആരാണ്? ചുടലപ്പറമ്പിൻ്റെ. അവിടെ അവസാനം അവിടെയാണ് അത് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അവകാശം അതാണ്. ചിലപ്പോൾ പട്ടിയുടേതുമാകാം,
ചിലപ്പോൾ പട്ടിയുടേതെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആരുമില്ലാതെ എവിടെയെങ്കിലും ചത്ത് കിടക്കുകയാണെങ്കിൽ പട്ടികൾ കടിച്ച് വലിക്കും, പട്ടിയുടേതും ആകാം. അതായത് 12 പൊതു ഉടമയിലുള്ളതും മൂലപ്രകൃതിയിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ വിലയിക്കുന്നതുമായ ശരീരത്തെ തൻ്റേതെന്ന് കരുതി. ഇത് നമ്മുടേതൊന്നുമല്ല, ഇത് പൊതു സ്വത്താണ്. ഈ ശരീരം എന്ന് പറയുന്ന പൊതു സ്വത്താണ്. അവസാനം ആർക്കും വേണ്ടാതെ ആ ചുടലപ്പറമ്പിൽ ഭസ്മമായിട്ട് കിടക്കും, പ്രകൃതിയോട് ചേർന്ന് കിടക്കും. അപ്പം ഇതിൻ്റെ അവകാശികൾ ആരാണ്? പൊതു സ്വത്താണ്. പിന്നെയോ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, ഭൂമിയിൽ നിന്നെല്ലാം ഉണ്ടായതാണ്. അവസാനം എവിടെ തന്നെ പോയി ചേരും? ഭൂമിയിൽ തന്നെ ചേരുന്നു. അങ്ങനെയുള്ള ഈ ശരീരത്തെ എന്ത് ചെയ്യുന്നു? തൻ്റേതെന്ന് കരുതി. അപ്പം ഈ ശരീരം ആർക്കും അവകാശപ്പെട്ടൊന്നുമല്ല, ചുടലപ്പറമ്പിനോ വല്ല പട്ടികൾക്കോ അവകാശം. അവസാനം അതാണ് കൊണ്ടുവെത്തുന്നു. പൊതുവെ പറഞ്ഞാൽ ഇതൊരു പൊതു സ്വത്താണ്. അങ്ങനെയുള്ള ശരീരത്തെയാണ് തൻ്റേതെന്ന് കരുതി മൂഢനല്ലാത്ത വിവേകമുള്ള ആരെങ്കിലും മറ്റുള്ള ജന്തുക്കളെ പോൽ ഉപദ്രവിക്കുമോ? അപ്പം ഈ ശരീരം തന്നെയൊന്നുമല്ല. അപ്പം ഈ ശരീരം വെച്ച് ഈ പ്രകൃതിയുടേതാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായി അതിൽ തന്നെ വിലയിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ശരീരം വെച്ചിട്ട് മറ്റ് എല്ലാ ശരീരവും അങ്ങനെ തന്നെയാണ്, പ്രകൃതിയുടേതാണ്. ആ ശരീരത്തെ മൂഢന്മാരല്ലാത്ത വല്ലവരും ഇതേപോലത്തെ ദ്രോഹിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിലാണ് മനുഷ്യർ ഈ ശരീരം വെച്ച് അഹങ്കരിക്കുകയാണ്. ഇനി 13 അതിൻ്റെ 13 പറയുകയാണ്, ഐശ്വര്യത്തിൽ വിവേകം നഷ്ടപ്പെട്ടവൻ. ഇങ്ങനെ ഐശ്വര്യത്തിൽ വിവേകം നഷ്ടപ്പെട്ടവർക്ക് നിർധനത്വം, പണമില്ലാതെ ആ പണം അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണ് തുറക്കാനുള്ള ഒരു വഴിയാണ്. ദരിദ്രനായാൽ മാത്രമേ തന്നെ പോലുള്ള മറ്റുള്ളവരെയും കാണുകയുള്ളൂ. ഇവിടെയാണ് ഈ ആശയം വരുന്നത്. ദരിദ്രനായാൽ മാത്രമേ തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണാൻ പറ്റുകയുള്ളൂ. ദരിദ്രന് മറ്റുള്ളവരെ തൊടുന്നതിലും പിടിക്കുന്നതിലൊന്നും ഒരു ഉച്ചനീചത്വങ്ങളും കാണില്ല. മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കാണും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ ഈ അവസ്ഥയിലായിരുന്നു. കൃഷ്ണൻ വന്നിട്ടാണ്, കൃഷ്ണൻ്റെ കാലഘട്ടം മുതലാണ് ഈ പണത്തിൻ്റെ പേരിൽ കൊഴുത്തിട്ടുള്ള അഹങ്കാരമെല്ലാം ശമിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് കൃഷ്ണൻ കാലത്തെ നയിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണമുണ്ടായിപ്പോകേണ്ടത് അച്ഛനും അമ്മക്കെല്ലാം പണം ഉണ്ടായിപ്പോയതുകൊണ്ട് എൻ്റെ ഒരു കുറ്റമല്ല. ഇപ്പം ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് എൻ്റെ കുറ്റമല്ല, ഞാൻ ജനിക്കുകയാണ്. അതേപോലെ ഒരു വലിയ കുബേരൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നു എന്ന് വെച്ച് തരുന്നത് അത് എൻ്റെ കുഴപ്പമൊന്നുമല്ല, എന്നെ ജനിപ്പിച്ചതാണ് ആ ശക്തി. പക്ഷെ അഹങ്കരിക്കുക എന്ന് പറയുന്നത് അവിടെ ഓരോ സ്ഥലത്തും ജനിപ്പിച്ച ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അഹങ്കരിക്കുക, പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ ഒരാൾക്ക് കുറേ പണം ഉണ്ടായിപ്പോയി ജനിക്കുമ്പോൾ തറവാട്ടിൽ കുറേ സ്വത്തുണ്ട് എന്ന് വെക്കുന്നത് അവൻ്റെ കുറ്റമല്ല, അത് സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ ആ ജനിക്കുന്നവനതിൻ്റെ കുറ്റമല്ല. പക്ഷേ ജനിച്ചതിൻ്റെ ശേഷം അതും വെച്ചിട്ട് മറ്റുള്ളവരെ താണെ ആൾക്കാരെയെല്ലാം കണ്ണിൽ പിടിക്കാതെ ഞാനെന്തോ ആണ് എന്ന് വെച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ കുറ്റം തന്നെയാണ്. അപ്പം എത്ര വലിയ പണത്തിൻ്റെ ഇടക്ക് ജനിച്ചവരും ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ട് നീങ്ങുകയാണെങ്കിൽ അവനാണ് ശരിയായ ഭക്തൻ. അതേമാതിരി ദരിദ്രന്മാർക്കും രണ്ടു കൂട്ടർക്കും
ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഈശ്വരനാണ്. എല്ലാവരും ഈശ്വരൻ്റെ അംശമാണ്. അത് കാണാൻ പറ്റണം. അത് പക്ഷേ പണത്തിലെ സൗഭാഗ്യത്തിൽ അങ്ങനെ മൂർധന്യത്തിലെത്തുമ്പോൾ മദ്യവും ഇതേമാതിരി സുഖത്തിൻ്റെ പിന്നാലെ ക്ലബുകളിലായിട്ട് നടക്കുന്നവർക്ക് ഈശ്വരഭക്തി ഉണ്ടാവില്ല. കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റില്ല. കൃഷ്ണനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള പട്ടി തൊട്ട് പൂച്ച വരെയുള്ളവരും ഒരേ കുടുംബത്തിലെ അംഗമാണ്. അത്തരമൊരു ലോകമുണ്ടാക്കാനാണ് കൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. അപ്പോൾ ചിലവർ ജനിക്കുമ്പോൾ തന്നെ അത് അവൻ്റെ കുഴപ്പമല്ല, അത് ആ വ്യവസ്ഥിതിയുടെ എല്ലാം അതാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കഥയായിട്ട് ഇതിനെ എടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് പറയാണ്? പണമുള്ളവന്, പണം കണ്ടമാനം കുമിഞ്ഞ് തലക്ക് മത്ത് പിടിച്ചവന്, മത്ത് പിടിക്കാതെ ബോധമുണ്ട്, എല്ലാവരെയും തുല്യമായി കാണാനും ഇത് ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനെന്ന നിലയിൽ പോകുന്നവന് അത് ബാധകമല്ല. അവന് വിവേകം നശിക്കില്ല. എല്ലാത്തവന് ആ ശരീരത്തിൽ മറിമറന്നുകൊണ്ട് സ്ത്രീകളുടെ പിന്നാലെയും മദ്യവും കുടിച്ച് നടക്കുന്നവന് വിവേകമില്ല. അവന് ബോധം ഉണ്ടാക്കണം. എന്ത് ബോധം? ഈ ശരീരം നശിക്കുന്നതാണ്, എല്ലാവരും ആ പ്രകൃതിയിൽ നിന്ന്, ആ ശക്തിയുടെ ആളുകൾ തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് പിച്ചക്കാരനും എല്ലാമായി മാറുന്നത്. എല്ലാറ്റിനെയും ഒന്നായി കാണാനുള്ള ഒരു വിവേകം ഉണ്ടാക്കിയെടുക്കണം. ആ വിവേകം ഉണ്ടാക്കുന്ന ഒരാശയമാണ് ഈ കഥയിലൂടെ ആദ്യം പറഞ്ഞു തരുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പം അങ്ങനെ ഐശ്വര്യത്തിൽ മതം വിവേകം നഷ്ടപ്പെട്ടു പോയ ഇവന് ശരിയായ ലക്ഷ്യം പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് ഇവിടെ നാരദൻ ശ്രമിക്കുന്നത്. അതും കൃഷ്ണനിലൂടെയാണ് സാധിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം കൃഷ്ണൻ കഴിയുമ്പോഴേക്ക് എല്ലാവരും, അപ്പം അവിടെയുള്ള കുഴപ്പം എന്താണ്? ഈ പടം കൊണ്ട് മത്തടിച്ച് നടക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ട്. അത് പ്രാണികൾക്ക് ശല്യമായിട്ട് നടക്കുന്നവരുണ്ട്. അതിലും വിവേകമതികളുണ്ടെങ്കിൽ, അതിലും ആ മതം പിടിച്ച് നടക്കാതെ വിവേകികളായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെന്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ജനിച്ച് ഇന്ന കുടുംബത്തിൽ വലിയ കുബേരൻ്റെ മകനായിട്ട് ജനിച്ച ഒരു കുറ്റം അല്ല. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോകത്തെ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. എല്ലാവരും തുല്യരാണ്. ഭേദഭാവം ഒഴിവാക്കിക്കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകണം. ആ കഴിവുണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എൻ്റെ 14 പറയുകയാണ്, ദേഹത്തിൽ മുള്ള് തറച്ചവന്, അങ്ങനെ വേദന അറിഞ്ഞവൻ മറ്റുള്ളവർക്ക് മുള്ള് തറയ്ക്കുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ പ്രയാസം എത്രയാണ്. അവന് സഹാനുഭൂതി ഉണ്ടാവും അവനോട്. ഒരു മുള്ള് അയ്യോ, കാരണം ഓർമ്മയുണ്ട് തനിക്കുള്ള അനുഭവം. അപ്പോൾ അവനും ഉണ്ടാകും, അവർക്ക് സഹാനുഭൂതി ഉണ്ടാകും. എന്നാൽ മുള്ള് തറിക്കാത്തവനിൽ നിന്നും ആ സഹാനുഭൂതി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അതറിയില്ല, മുള്ള് എന്തെന്ന് അവനെന്തോ കാട്ടിക്കൂട്ട് ഇങ്ങനെ പോകും. അതുപോലെ അനുഭവത്തിലൂടെ വേണം നമ്മൾ കാര്യങ്ങളെ പഠിപ്പിക്കാൻ. 15 ഈ ലോകത്തിൽ ദരിദ്രൻ എല്ലാവിധ മതങ്ങളിൽ നിന്നും മുക്തനാണ്. ഒരുത്തൻ ദരിദ്രനാണെങ്കിൽ അവനെ മതം ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവനിൽ എന്തില്ല, അഹങ്കാരവുമില്ല. നാട്ടിൽ റോട്ടുമ്മ കിടക്കുന്ന ഒരു പിച്ചക്കാരനെ നോക്കുക, അവന് മതമില്ല, അഹങ്കാരമില്ല. കർമ്മവശത്താൽ പല കഷ്ടതകളും അനുഭവിക്കും. പക്ഷേ ആ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട്, കർമ്മവശത്താൽ അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് കുറേ കഷ്ടതയെല്ലാം ഉണ്ടാവും. അവൻ ചെയ്യുന്ന ജോലി ചിലപ്പം കളക്കലാണെന്ന് വെച്ചോളൂ, കുറേ കഷ്ടപ്പാടുണ്ടാവും. ഇന്നലെ ഓഫീസിലിരിക്കുന്നവന് അത്രമാത്രം കഷ്ടതയുണ്ടാവില്ല. കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതാണ് അവൻ്റെ തപസ്.
അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവനൊന്നും മറ്റുള്ള ചിന്തകളൊന്നുമില്ല, അഹങ്കാരങ്ങളൊന്നുമില്ല. അവനിങ്ങനെ ക്ലബിലും നൈറ്റ് ക്ലബിലും ഒന്നും പോകേണ്ട താല്പര്യമില്ല. അവൻ അവൻ്റെ കർമ്മത്തിൽ മാത്രം ചിന്തിച്ചു കൊണ്ടുപോകും. അപ്പം കഷ്ടപ്പെടുന്നതും ദാരിദ്ര്യമുള്ളവന് മതമിളകില്ല, അഹങ്കാരമില്ല. അവൻ അവൻ്റെ കർമ്മത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകും. അതവൻ്റെ തപസ്യയാണ്. എന്നാൽ മറ്റുള്ള വിഭാഗത്തിന് അഹങ്കാരം ഉണ്ടാവും, മതം ഉണ്ടാവും, ഒരു തപസ്സുമില്ല. ജീവിതം ഒരുമാതിരി എന്തോ മാതിരി കാട്ടിക്കൂട്ടും. ഇവരെ പഠിപ്പിച്ചിട്ട് ഏത് അവസ്ഥയിലേക്ക് എത്തിക്കണം? വസുദേവ കുടുംബത്തിലെ അവസ്ഥയിലേക്ക് എത്തിക്കണം. എപ്പോഴും 16 എപ്പോഴും വിശപ്പിനാൽ ക്ഷീണിക്കപ്പെട്ട ശരീരത്തോട് കൂടിയവന് അന്നം ആഗ്രഹിക്കുന്നവനും ആയ ദരിദ്രനെ ഇന്ദ്രിയങ്ങൾ അനുക്രമം അവൻ്റെ ഇന്ദ്രിയങ്ങൾ അനുക്രമം ക്ഷയിച്ചു വരുന്നു. എപ്പോഴും വിശപ്പുണ്ടാവുക, ശരീരത്തിനും വിശപ്പ്, ശരീരം ക്ഷീണിക്കുന്ന ഒരുത്തൻ്റെ ഇന്ദ്രിയങ്ങളും അനുക്രമം എന്താകും? അവൻ്റെ നിയന്ത്രണത്തിലാകും. അവൻ ക്ഷീണിച്ചു വരും. വിശപ്പും പരിവട്ടവുമായിരിക്കുന്നവന് ഇന്ദ്രിയങ്ങളെ എല്ലാം അവൻ നിയന്ത്രിക്കും. എന്നാൽ തിന്ന് കൊടിച്ച് നടക്കുന്നവന് അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ആക്റ്റീവായിരിക്കും. അവൻ അതിൻ്റെ പിന്നാലെ ഇന്ദ്രിയങ്ങളെ അടിമപ്പെട്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും പിന്നാലെ ഓടി നടക്കും. പക്ഷേ ഈ വ്യക്തികളാണെങ്കിൽ പാപദ്രോഹം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും അവൻ മുക്തനാവുകയും ചെയ്യും. വിശപ്പും ദാരിദ്ര്യവും അടുക്കും ഉള്ളവന് ശരീരം ക്ഷീണിക്കും, അവൻ്റെ ഇന്ദ്രിയങ്ങളും ക്ഷീണിച്ചായിട്ടുണ്ടാവും. അതുകൊണ്ട് അവന് പാപകർമ്മങ്ങളിലേക്ക് പോകാനൊന്നും വലിയ താല്പര്യമുണ്ടാവില്ല. പക്ഷേ തിന്നുകൊടുത്ത് നടച്ചവനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്, സമൂഹത്തിൻ്റെ ശാപവുമായി മാറുന്നത്. ഒരു രാഷ്ട്രത്തിന് ശല്യമായി തീരുന്നവരെ ഈ പാവം പട്ടിണി പാവങ്ങൾ എവിടെയെങ്കിലും കിടന്നിട്ട് കഷ്ടപ്പെട്ട് വിശന്നിട്ട് എവിടെയും ചുരുണ്ടുകൂടി കിടക്കുന്നവനല്ല സമൂഹത്തിൻ്റെ ഭാരമായി മാറുന്നത്. ഇത്തരം എന്തെന്ന് ഐശ്വര്യമതം മൂത്ത് നടക്കുന്നവരാണ് സമൂഹത്തിന് ദ്രോഹമായിട്ട് തീരുന്നത്. ആ സത്യം, ആ ഒരു ആശയമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അത് കൃഷ്ണനിലൂടെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. ഒരു ശാപം കൊടുക്കുന്നേ ഉള്ളൂ. അത് ഇല്ലാതാക്കുന്നത് കൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ്. 17 സമഭാവനയുള്ള സജ്ജനങ്ങൾ എല്ലാവരെയും സമമായി കാണുക. ഇപ്പം വേദത്തിൻ്റെ ഭാഗവതത്തിൻ്റെ എല്ലാം ആശയം ഉപനിഷത്താണെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ ആദ്യം ആത്മീയതയിലേക്ക് തിരിയുന്നവരിൽ ആദ്യം ഉണ്ടാകേണ്ടത് സമഭാവന, എല്ലാവരെയും സമനായി കാണുക. അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാത്തിലും സമഭാവന വേണം. കാരണം എല്ലാം ആ ബ്രഹ്മമാണ് ഓരോ കർമ്മം ചെയ്യാനായിട്ട് ഓരോ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. എല്ലാം ബ്രഹ്മമാണ്. അങ്ങനെയുള്ള സമഭാവനയുള്ള സജ്ജനങ്ങൾ ദരിദ്രനോടുകൂടി മാത്രമേ ചേരുകയുള്ളൂ. അപ്പം സമഭാവനയുള്ള ഒരു ലോകമുണ്ടാക്കണ്ടെങ്കിൽ ആ സജ്ജനങ്ങൾ ദരിദ്രനോടുകൂടി മാത്രമേ ചേരുകയുള്ളൂ. ഈ വിധം സജ്ജനങ്ങളോടുള്ള ചേർച്ചയാൽ ആ അന്നാദി തൃഷ്ണയെ കൂടി അവൻ ഇല്ലാതാക്കുന്നു. അതിനാൽ അതിവേഗം വിശുദ്ധനായിത്തീരുന്നു. അങ്ങനെ അവൻ
തിന്നുക, കുടിക്കുക, സുഖിക്കുക ഇങ്ങനെയുള്ള ചിന്തയിൽ നിന്നെല്ലാം വേർപെട്ട് അവൻ ശരിയായ ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു. അവനാണ് വിശുദ്ധനായിത്തീരുന്നത്. അപ്പം വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ സമഭാവന ഉണ്ടാവുക, എല്ലാം ആ ശ്രീഹരിയുടെ അംശമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പരസ്പരം സമഭാവനയാണെങ്കിൽ പിന്നെ അവൻ്റെ മേക്കിട്ട് കയറാനോ അവൻ്റെ മുകളിൽ കയറാനോ അവൻ്റെ താഴെയാണെന്നുള്ള ചിന്തയോ ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം സമനാണ്. അപ്പം നമ്മളെ മനസ്സും ശാന്തഭാവത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വിശുദ്ധരായിട്ട് തീരുക. അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് കൃഷ്ണൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി 18 സമഭാവനയുള്ളവരും ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നവരുമായ സജ്ജനങ്ങൾ. അപ്പൊ എങ്ങനെയുള്ള ജനങ്ങളെയാണ് യാദവ കുലത്തിൽ കൃഷ്ണൻ ഉണ്ടാക്കാൻ പോകുന്നത്? സമഭാവനയുള്ളവരും, എല്ലാവരെയും തുല്യമായി കാണാൻ കഴിവുള്ള. പിന്നെ അവിടെ ജാതിയില്ല, മതമില്ല, ഒരു ഇതുമില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. സമഭാവനയുള്ളവരും ഭക്തന്റെ തൃപ്പാദങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നവരുമായ സജ്ജനങ്ങൾ. ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നവരുമായ സജ്ജനങ്ങൾ. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സുന്ദരമായ ഒരു ലോകമുണ്ടാക്കാൻ. ഈ ലോകം തന്നെയാണ് ഭഗവാൻ, ഈ കാലം തന്നെയാണ് ഭഗവാൻ. അപ്പം ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക, ഭഗവാന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ആ തൃപ്പാദങ്ങളെ പിന്തുടരുക. സമഭാവനയുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ തൃപ്പാദങ്ങളെ പിന്തുടരുക. അതാണ് ഭക്തന്റെ ജോലി. ആ സജ്ജനങ്ങൾക്ക് ധനമതം മുഴുത്തവനും എന്നാ പണത്തിൽ മതം മുഴുത്തവനും ദുർവിഷയങ്ങളെ ആശ്രയിക്കുന്നവരും അങ്ങനെയുള്ളവരെ എന്ത് വേണം? ദൂരെ തള്ളിക്കളയേണ്ടതാകുന്നു. അവരെയെല്ലാം ദൂരേക്ക് തള്ളിക്കളയണം. അല്ലാതെ ഇത്തരം സജ്ജനങ്ങൾക്ക്, അതായത് സമഭാവനയുള്ള സജ്ജനങ്ങൾക്ക്, എല്ലാവരെയും തുല്യമായി കാണുന്ന സജ്ജനങ്ങൾക്ക്, ഭഗവാന്റെ തൃപ്പാദങ്ങളെ പിന്തുടരുന്നവർ. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. എല്ലാം ആ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ലോക പുരോഗതിക്കായിട്ട്, കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന, ആ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്ന ചിന്തയുമായി നടക്കുന്നവർക്ക്, ധനമതം പിടിച്ചവർക്കും പണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവർക്കും, ദുഷ്കർമ്മങ്ങളെ ആശ്രയിക്കുന്നവർക്കും, ചീത്ത പ്രവർത്തനം പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വഴിയും സ്വീകരിക്കുന്നവർക്കും, അങ്ങനെയുള്ളവരെ ആട്ടിക്കളയേണ്ടവരായ ആ വിഭാഗത്തിൽ നിന്ന് ഇവർക്ക് എന്താണ് നേടാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഇവരെയെല്ലാം ആട്ടിക്കളയേണ്ടതാണ്. പണത്തിന് വേണ്ടി നടക്കുന്നവരും ദുർമാർഗികളുമായി ഇവരെയെല്ലാം ആട്ടിപ്പായിക്കേണ്ടവരെയാണ്. അവരിൽ നിന്ന് ഈ സജ്ജനങ്ങൾക്ക് എന്താണ് ആശ്രയിക്കാനിരിക്കുന്നത്? അവരെ ആശ്രയിക്കാൻ ഒരു കാര്യവും ഇല്ല. നമ്മളിന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നാലെയാണ് നടക്കുന്നത്. പണം ഏതെങ്കിലും ഒരുത്തരുണ്ടൊക്കെ അതിനെ വലിയ ആളായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ പിന്നാലെ, അവനെന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ്റെ ഫാനാണ്. കുറേ പണം കൂടുമ്പോൾ എന്തായാലും വേണ്ടില്ല, കുറേ പണമെല്ലാം കൈമേലുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഫാനായിട്ട് നടക്കുക. അവരിൽ നിന്ന് എന്ത് കിട്ടാനാണുള്ളത് എന്നാണ് സജ്ജനങ്ങൾക്ക്. അവരുമായിട്ട് എന്താണ് കാര്യം? അവരെ തള്ളിക്കളയേണ്ടവരാണ്. ഇതാണ് ഇവിടെ നാരദൻ പറയുന്നത്. അതിനാൽ 19 ധനമത്താൽ കണ്ണു കാണാത്തവരായി തീർന്ന വാരുണി എന്ന മധ്യത്തിൽ മദ്യപിച്ചവരും ശ്രീജിതരും മനോഗുണമില്ലാത്തവരുമായ ഇവരുടെ അറിവില്ലായ്മ. അപ്പം ഇവരെ പറ്റി പറയുകയാണ്. ഈ രണ്ട് കക്ഷികളെ ഉദാഹരിച്ചാണ് പറയുന്നത്. അപ്പം നാരദൻ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ധനമത്താൽ
കണ്ണ് കാണാൻ, ധനത്തിൽ മത്ത് പിടിച്ചിട്ട് കണ്ണ് കാണാത്തവരും വാരുണി എന്ന മദ്യവും കുടിച്ച് നടക്കുന്ന ശ്രീജിതരായ സ്ത്രീകളുടെ പിന്നെ സ്ത്രീകളുമായിട്ട് അങ്ങനെ നടക്കുന്ന ആ വിഭാഗക്കാരാണെന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ആരെപ്പറ്റി ഇത് പറയുന്നു? മനസ്സൊതുക്കം ഇല്ലാത്തതുമായി ഇവരുടെ അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായ അഹങ്കാരത്തെ അവർക്ക്, അപ്പോൾ അവരുടെ വിവേകം നഷ്ടപ്പെടുന്നു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിവരമില്ലാത്തവരായിത്തീരും. ആ വിവരമില്ലായ്മയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അഹങ്കാരം ഉണ്ടാകുന്നത്. ആ അഹങ്കാരത്തെ നശിപ്പിക്കുക തന്നെ വേണം. അപ്പം എന്ത് വേണം? അവരെ അഹങ്കാരത്തെ നശിപ്പിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും 20, 21, 22 പറയുകയാണ്, ഇവർ രണ്ടുപേരും കുബേരൻ്റെ മക്കളായിട്ട് ജനിച്ചു. ഇവർ 2 കുബേരന്മാരുടെ മക്കളായിട്ട് ജനിച്ചാൽ ജനിച്ചാലും തെറ്റൊന്നുമല്ല, ആ ശക്തിയല്ലേ ജനിപ്പിക്കുന്നത്. ജനിപ്പിച്ചാലും നമ്മുടെ വിവേകം നഷ്ടപ്പെടാതെ നമ്മുടെ കർമ്മങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുക, അതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അജ്ഞാനത്താൽ മുഴുകി, ആ ജ്ഞാനമൊന്നുമില്ലാതെ അജ്ഞാനം ഈ ശരീരമാണ്, സുഖിക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അജ്ഞാനത്താൽ മുഴുകി ദുഷിച്ച ഗർവോടുകൂടി ഞാൻ വലിയ എന്തോ ആണ്, ലോകത്തിൽ ഞാനങ്ങ് മറ്റേതാണ്, ബാക്കിയെല്ലാം കീഴെയാണ് എന്ന ഗർവത്തോടുകൂടി തങ്ങൾ വസ്ത്രവിഹീനനാണെന്നുള്ള കാര്യം പോലും അറിയാതെ, നമ്മൾ ഉടുത്തിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം ബോധം പോലും അവർക്കില്ല. കുടിച്ച് മത്തായിട്ട് നടക്കുന്ന, ഉടുതുണി പോലും ഇല്ല എന്നുള്ള ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത്. അങ്ങനെയാണല്ലോ എല്ലാം അഴിച്ച്, ഡാൻസ് എല്ലാം കഴിയുമ്പോൾ എല്ലാം അടിച്ചിട്ട് എറിയലെല്ലാണല്ലോ അവിടുത്തെ പരിപാടികൾ. ഇവിടുത്തെ പരിപാടികൾ അവിടുത്തെ ദുഷിച്ച ഗർവോടെ തങ്ങൾ വസ്ത്രവിഹീനരാണെന്ന് പോലും അറിയാതെ വൃക്ഷക്കണക്കെ നിൽക്കുന്നത്. വൃക്ഷക്കണക്കെയാണ് അവർ നിൽക്കുന്നത്. വൃക്ഷത്തിന് ഉടുതുണിയൊന്നും ഇല്ലാതൊക്കെയാണല്ലോ. അതുകൊണ്ട് ആ അവസ്ഥയാണ് അവർക്ക് അർഹമായത്. എന്ത്? വൃക്ഷം പോലെ നിൽക്കാൻ. വൃക്ഷം ഉടുതുണിയില്ലാതെ നാണവും മാനവും ഇല്ലാതെ നിൽക്കുകയാണ്. അതുപോലെ ഇവരും വൃക്ഷമായിട്ട് നിൽക്കട്ടെ. അതുകൊണ്ട് ഇവരെ വൃക്ഷഭാവത്തെയാണ് അർഹിക്കുന്നത്. ഈ വിധം വൃക്ഷമാകുമ്പോഴും, അപ്പം ശാപം കൊടുത്തത് അതാണ്, അങ്ങനെ നിങ്ങൾ വൃക്ഷമാകുമ്പോഴും അവർക്ക് എൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തുണ്ട്? എല്ലാ പൂർവ്വസ്മരണകളെല്ലാം ഉണ്ട്. ഇതുവരെ അവർ കാട്ടിക്കൂട്ടിയതെല്ലാം ഓർക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പിന്നീട് 100 ദേവവർഷം കഴിയുമ്പോൾ, അപ്പം കുറേ കാലം ഇവരിങ്ങനെയാണ് ജീവിക്കുന്നത്, ബോധമില്ലാതെ നടക്കുകയാണ്. കഴിഞ്ഞ് എൻ്റെ അനുഗ്രഹത്താൽ വാസുദേവൻ്റെ സാന്നിധ്യം ലഭിക്കും. അതിലൂടെ ശാപമോക്ഷം ലഭിക്കും. ഒരു 100 വർഷം ഇവരിങ്ങനെ കഴിച്ചു കൂടും. അപ്പോഴേക്കും വാസുദേവൻ വരും. വാസുദേവൻ കുട്ടിയായിട്ട് വന്നതാണ്. അപ്പം ഇതിൻ്റെ മുമ്പിലുള്ള 100 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ്റെ കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പിലുള്ള 100 വർഷത്തെ, ഏകദേശം 100 വർഷത്തിൽ, ദേവവർഷം എന്നെല്ലാം പറയുന്നുണ്ട്, എന്തോ ആട്ടെ, കുറേ കാലത്തെ കാര്യമാണ് പറയുന്നത്. അതുവരെ കുറേ പേര് കുബേരൻ്റെ മക്കളായിട്ട് ജനിച്ചിട്ട് ഇങ്ങനെ അജ്ഞാനത്തിൽ അഹങ്കാരത്തിലെല്ലാം മൂടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. വൃക്ഷങ്ങളെ പോലെ, ഉടുതുണിയിൽ പോലും ഇല്ല എന്നുള്ള കാര്യം പോലും അറിയാതെ ഇങ്ങനെ ജീവിക്കും. പിന്നെ കൃഷ്ണൻ വരുമ്പോഴാണ് ഇതെല്ലാം ഒരു വഴിക്ക് ആകുന്നത്. അങ്ങനെ അവർ സ്വന്തം ലോകത്തിലെത്തിയിട്ട് ഭക്തരായിത്തീരും. അതിൻ്റെ ശേഷം പിന്നെ അവർ മര്യാദക്കാരായിട്ട് ജീവിക്കും. ഇനി 23 ശ്രീസുഖൻ ആ ദേവർഷി ഇപ്രകാരം പറഞ്ഞ് നാരായണൻ്റെ ആശ്രമത്തിലേക്ക് പോയി. അപ്പോൾ
ഇവർ രണ്ടുപേരും എന്തായി തീർന്ന് രണ്ട് മരങ്ങളായി ഭവിച്ചു. ആ ശാപം കൊണ്ട് ഇവർ രണ്ട് മരങ്ങളായിട്ട്, ആ രണ്ട് മരങ്ങളാണ് ആരുള്ളത്? കൃഷ്ണൻ. ഇങ്ങനെ കൃഷ്ണൻ്റെ ഉരളിൽ കെട്ടിയിരിക്കുകയല്ലേ അമ്മ, ഇതിന് വെണ്ണം ഊട്ടിക്കാൻ. അങ്ങനെ നളകുബരനും മണിഗ്രീവനും രണ്ട് മരങ്ങളായിട്ട് അവിടെ കൃഷ്ണൻ്റെ മുമ്പ് തന്നെ നിൽക്കുകയാണ്. ഇനി തുടർന്നുള്ളത് 24. ആ നാരദ മഹർഷിയുടെ വചനത്തെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ആ ഇരട്ട മരങ്ങൾ നിൽക്കുന്നിടത്തേക്ക് പോയി. കാരണം കൃഷ്ണൻ അവരെ നേരെയാക്കും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരുടെ കുറ്റമൊന്നുമല്ല അത്. കുബേരന്മാരുടെ അവസ്ഥയിലേക്ക് മക്കളായിട്ട് ജനിച്ചു. ആ അവസ്ഥയിൽ അവരങ്ങനെ ആയിപ്പോയി. അപ്പം അവരേന് നേരായ വഴിയിൽ മാറ്റുകയാണ്. ആരുടെ ലക്ഷ്യം? നാരദരുടെ ലക്ഷ്യം. അപ്പം നാരദൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത് കൃഷ്ണൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യാമെന്ന് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി നാരദരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണോ അല്ലയോ എന്നുള്ളത് അടുത്തതിൽ പറയുന്നുണ്ട്. 25. ദേവർഷി നാരദൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇവർ കുബേരപുത്രന്മാരുമാണ്. അതിനാൽ ആ മഹർഷി ഉദ്ദേശിച്ചത് സാധിപ്പിച്ചു കൊടുത്തേക്കാം. ആ മഹർഷി എന്താണ് ഉദ്ദേശിച്ചത്? ഇവരെ നന്നാക്കാനാണല്ലോ. അതേതായാലും സാധിപ്പിച്ച് കൊടുത്തേക്കാം. എന്നിട്ട് എന്ത് പറയാണ്? ഈ വിധം ചിന്തിച്ചുകൊണ്ട് ഇരട്ടയായി നിൽക്കുന്ന ആ മരങ്ങളുടെ മധ്യത്തിലൂടെ അദ്ദേഹം പോയി. അപ്പോൾ രണ്ട് മരം ഇരട്ടയായിട്ടാണ് നിൽക്കുന്നത്, ഇരട്ട മരമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം കൃഷ്ണൻ എന്ത് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് പോയി എന്നല്ല പറഞ്ഞത്, അതിൻ്റെ മധ്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. രണ്ട് മരം നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. അപ്പം കടന്നു പോകുമ്പോൾ ഈ ഉരൾ കെട്ടിയിട്ടുണ്ടല്ലോ കയറ് കൊണ്ട്, ആ ഉരൾ പോയിട്ട് എന്ത് ചെയ്തു? ആ മരത്തോട് ഉടക്കി. എന്നിട്ട് 27 ആ ഉരലിനെ വളരെ ശക്തിയിൽ ഭഗവാൻ വലിച്ചപ്പോൾ അതിൻ്റെ ഇലകളും ചില്ലകളും എല്ലാം അടക്കം മരങ്ങളെല്ലാം കൂടിയിട്ട് മൂടോടെ പെരുകി താഴത്തേക്ക് ഭയങ്കര ശബ്ദത്തോടു കൂടി പതിച്ചു. എൻ്റെ 28 ഈ അങ്ങനെ പതിച്ചപ്പോൾ ഈ രണ്ട് മരങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ദിവ്യപ്രകാശത്തോടു കൂടിയ രണ്ട് സിദ്ധദേവന്മാർ, അപ്പോൾ ആ മരത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് രണ്ട് വെളിച്ച ദിവ്യപ്രകാശത്തോടു കൂടി, കുബേരൻ്റെ മക്കളാണല്ലോ, അപ്പോൾ ആ രൂപത്തിൽ തന്നെ രണ്ട് സിദ്ധദേവന്മാർ ആ കൃഷ്ണൻ്റെ കാൽക്കൽ വീണിട്ട് കൂപ്പ് കൈയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് പറയുന്നത്? ഈ കാലഘട്ടമായപ്പോഴേക്ക് അവരുടെ മനോഭാവമെല്ലാം മാറി. ഇതുവരെ എന്തായിരുന്നോ തിരിച്ചു, നമ്മളാണ് ഈ ലോകത്തിലെ എല്ലാം, കുറേ പണം കൈമലുണ്ടാകുമ്പോൾ അഹങ്കാരം തലക്ക് കയറും, എന്നിട്ട് എല്ലാം ബാക്കിയെല്ലാം നമ്മളെ കീഴെയാണ്. ഹേ കൃഷ്ണ യോഗേശ്വര, നിന്തൊരുവഴി ആദിയായ പരമപുരുഷനാകുന്നു. നീ ആദിയായ പരമപുരുഷനാണ്. നീ നമുക്ക് മനസ്സിലായി, നീ ആദിയായ പരമപുരുഷനാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ ലോകം അങ്ങയുടെ സ്വരൂപങ്ങളാണ്. സ്ഥൂലമായിട്ടുള്ളതായാലും സൂക്ഷ്മമായിട്ടുള്ളതായാലും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പിച്ചക്കാരനായാലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രനായാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം അങ്ങയുടെ സ്വരൂപമാണ്. ഇപ്പോഴാണ് എല്ലാത്തിനെയും സമഭാവനയിൽ കാണാൻ കഴിഞ്ഞത്. എപ്പോൾ? കൃഷ്ണൻ വന്നപ്പോൾ. കൃഷ്ണൻ വരുന്നത് വരെ ഈ രൂപത്തിൽ ആർക്കും കാണാൻ പറ്റില്ല. കൃഷ്ണൻ വന്നു കഴിഞ്ഞിട്ട് ഇനി മഹാഭാരത യുദ്ധത്തിൻ്റെ ശേഷം അങ്ങനെയുള്ളൊരു സുന്ദരമായ വസുദേവ ലോകമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെ
മൂന്നാം ലോകമഹായുദ്ധം. 30 സമസ്ത ജീവജാലങ്ങളുടെയും ദേഹം, പ്രാണൻ, അഹങ്കാരം എന്നിവയുടെ ഏകനായ അങ്ങാണ്. സമസ്ത ജീവജാലങ്ങളുടെയും ജീവനായാലും, പട്ടിയായാലും പൂച്ചയായാലും എന്തായാലും മനുഷ്യനായാലും ഏത് ദേശക്കാരനായാലും അവൻ്റെ ദേഹവും അവൻ്റെ പ്രാണനും അവനിലെ ഞാനെന്ന അഹങ്കാരവും അങ്ങാണ്. അതിൻ്റെ എല്ലാം നിയന്താവ് ഏകനായ അങ്ങാണ്. അത് ഒന്നേ ഉള്ളൂ. അല്ലാതെ അത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, അള്ളാ, യഹോവ ഇതൊന്നും പറയുന്നതൊന്നും അർത്ഥമില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഏകനായ അങ്ങാണ്. ഏത് നാട്ടിലുള്ളതായ അതിനെ 2-3 ആയിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് അവർ അജ്ഞാനികൾ. അവരൊന്നും വേദപുരാണ ഉപനിഷത്തുക്കൾ തൊടാൻ പോലും അർഹതയില്ലാത്തവരാണ്. അവർക്കൊന്നും നോക്കിയാലും പോലും മനസ്സിലാകുന്നു. കാലസ്വരൂപനാകുന്നു. അങ്ങ് കാലസ്വരൂപനാണ്. ഓരോ കാലത്തിലാണ് അത് അങ്ങ് ഓരോ രൂപത്തിൽ വരും. ഗോത്ര കാലഘട്ടത്തിൽ പരശുരാമനായിട്ട് വരും. കൊളോണിയലിസത്തിൽ രാമൻ എന്ന കാലമാകുന്നു അങ്ങ്. ഇപ്പോൾ കൃഷ്ണൻ എന്ന കാലമാകുന്നു അങ്ങ് കാലസ്വരൂപനാണ്. സർവ ഐശ്വര്യങ്ങളുടെയും അധിപനാണ്. വിശ്വവ്യാപിയാണ്. ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഇന്ത്യയിൽ മാത്രം വ്യാപിക്കണമെന്നല്ല, ലോകം മുഴുവൻ, പ്രപഞ്ചം 7 ലോകങ്ങളും വ്യാപിച്ചവനാണ്. ഈ എല്ലാ ലോകത്തിൻ്റെയും നിയന്താവാണ്. എല്ലാ ലോകത്തിനെയും ഭരിക്കുന്ന ഒരൊറ്റ നിയന്താവേ ഉള്ളൂ. അതാണ് ഈ ശ്രീഹരി അല്ലെങ്കിൽ ആ ബ്രഹ്മം. കൃഷ്ണനെന്നും പറയും. ഓരോ കാലത്തും ഓരോ പേര് പറയാം. അത്രയേ ഉള്ളൂ. 31 രജോ തമോ സത്വഗുണം, ഈ 3 ത്രിഗുണങ്ങളും എന്നീ രൂപത്തോടുകൂടി സൂക്ഷ്മ പ്രകൃതിയെ അതിൻ്റെ മഹാതത്വങ്ങളെയും ഉണ്ടാക്കിയത് അങ്ങ് തന്നെ. ആ തത്വങ്ങളും അങ്ങ് തന്നെ. അപ്പം സത്വരജോ ഗുണമായ 3 രൂപത്തോടുകൂടി സൂക്ഷ്മ പ്രകൃതിയെ പ്രകൃതിയും അതിൻ്റെ തത്വങ്ങളും മഹാതത്വങ്ങളും എല്ലാം അങ്ങ് തന്നെയാണ്. പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന പുരുഷനും ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത്, പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത്, എന്നെ പ്രവർത്തിപ്പിക്കുന്നത്, സർവപ്രാണികളുടെ ഉള്ളിലും ഉള്ള രാഗവിദ്വേഷം മുതലായ എല്ലാ വിഷയാദികളെയും അറിയുന്ന സർവസാക്ഷിയും അങ്ങാണ്. എല്ലാ മനുഷ്യരിലുമുള്ള രോഗങ്ങളായാലും നമ്മളെ രോഗമെല്ലാം അങ്ങേർക്കറിയാം. നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അമ്പലത്തിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് എനിക്കിന്ന രോഗം കൊണ്ട് മാറ്റത്തിൽ എന്തിനാ പറയേണ്ട ആവശ്യം? ഇതെല്ലാം സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാണാനുള്ള കഴിവെല്ലാം അങ്ങേർക്കില്ല. രോഗമായാലും രാഗമായാലും എന്തുതരം നമ്മളിലുള്ള വികാരങ്ങളായാലും അതെല്ലാം അറിയുന്നവനും അതിൻ്റെ എല്ലാം സർവസാക്ഷിയും അങ്ങാണ്. ആരാണിത് പറയുന്നത്? ഈ മരമായി തീർന്ന 2 പേര്. അവർക്കപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടിയാണ് നാരദൻ ശ്രമിച്ചത്. അപ്പം നാരദൻ എന്തിനാണ് ശ്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരദന് വരാൻ പോകുന്ന കാര്യങ്ങളെ ഓരോ സമയത്തുമ്പോൾ അവരുടെ മനസ്സിൽ പോയി തോന്നിപ്പിച്ചിട്ട് അതിന് ചെയ്യിപ്പിക്കുന്ന ശക്തിയാണ് നാരദൻ. നമ്മളെ മനസ്സിൽ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രേരണയുണ്ട്. മനസ്സിലൊരു തോന്നലുണ്ടാകുന്ന ആ തോന്നൽ തന്നെയാണ് നാരദൻ. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെ അങ്ങനെ ചെയ്യണം, അല്ലെ മറ്റേമാതിരി ചെയ്യണം, ഇങ്ങനെ അങ്ങനെ മറ്റേമാതിരി എന്നെല്ലാം ചിന്തയുണ്ടാകുമ്പോൾ അവസാനം നമ്മൾ ചെയ്യുന്നത് മറ്റേമാതിരിയാണെങ്കിൽ ആ മറ്റേമാതിരി ചെയ്യാതാ മതി എന്ന് പറയുന്ന ശക്തിയാണ് നാരദൻ. അപ്പം നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ആ ചിന്തയുണ്ടല്ലോ. പല ചിന്തകളും ഇങ്ങനെ മനസ്സിൽ വരും. വടക്കോട്ട് പോകാം, തെക്കോട്ട് പോകാം, പടിഞ്ഞാറോട്ട്, കിഴക്കോട്ട്, നല്ല ചിന്ത വരും. പിന്നെ അവസാനം ഇതിൽ ഏത് പോകണമെന്നല്ല ഇരുന്നിട്ട് അവസാനം ഒരു തീരുമാനമൊക്കെ വടക്കോട്ടേക്ക് പോയി കളയാം. ആ ചിന്തയുണ്ടാക്കുന്ന ശക്തിയാണ് നാരദൻ. നാരദനാകെ എന്തേ ചെയ്യുള്ളൂ? അപ്പം അത്രയും കൃത്യമായിട്ട് ജീവിക്കുന്ന
ഈശ്വരൻ്റെ നാരായണൻ്റെ ഏറ്റവും വലിയ ഭക്തി ആർക്കാണ്? നാരദനാണ്. അപ്പം ശരിയായ ഭക്തി എന്ന് പറയുന്നത് നാരദൻ പിന്തുടരുന്ന വഴിയാണ്. നാരദൻ പിന്തുടരുന്ന വഴി എന്താണ്? നാരദൻ ഇങ്ങനെ വിളക്കും വെച്ച് രാവിലെ വൈകുന്നേരം സന്ധ്യാനാമം വെച്ചിട്ട് ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. നാമജപം കാര്യലാഭത്തിന് ദിവസവും നാമജപമാണ് ചെയ്യണം. രാവിലെ വിളക്കെത്തിക്കോ, വൈകുന്നേരം വിളക്കെത്തിക്കോ, നാമജപം ഇങ്ങനെ രാമ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും സാധിക്കുന്നതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതല്ല നാമജപത്തിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ ഭക്തനായ നാരദൻ ഉപയോഗിക്കുന്ന വഴിയുണ്ട്. എന്താണ് ആ നാരദൻ ഉപയോഗിക്കുന്ന വഴി? നമ്മൾ എന്ത് കർമ്മം ചെയ്യാൻ പോകുമ്പോഴും നാരദൻ എന്ത് ചെയ്യും? അത് പാരവപ്പായാലും വേണ്ടിയില്ല, നല്ല പ്രവൃത്തിയായാലും വേണ്ടിയില്ല, ചെയ്തിട്ട് നാരായണ നാരായണ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, അത്ര പറഞ്ഞാൽ മാത്രം മതി. ചെയ്യുമ്പോൾ നാരായണന് വേണ്ടി ചെയ്യുക എന്ന അർത്ഥത്തിൽ കർമ്മം ചെയ്യുക, നാരായണ നാരായണ മതി. അങ്ങനെയാവുമ്പോൾ പാളികളൊന്നും അടിച്ചെടുത്ത് കൊണ്ടുപോകാൻ തോന്നില്ല. അപ്പം പാളികളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രാമായണ അയ്യപ്പ അയ്യപ്പ രാമായണ രാമായണ ഗോവിന്ദ ഗോവിന്ദ എന്നെല്ലാം ജപിച്ചിട്ട് പോന്ന പോക്കിൽ പാളി ഊരിക്കൊണ്ടുപോകുന്നത് ഇതല്ല നാമജപം. നാമജപം ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ വിളക്കും കത്തിച്ചിട്ട് ജപിക്കുന്നതിന് അർത്ഥമില്ല. ഇതല്ല ആരെല്ലോ മണ്ടന്മാരുണ്ട്. എന്നൊക്കെ വിളക്കും കത്തിച്ച് ജപിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് പാര വെക്കാൻ വേണ്ടിയാണ് ഇറങ്ങുക. ഇതൊന്നും വേണ്ട. പാളി എടുക്കാൻ പോകുമ്പോൾ ഏത് പാളി എന്നറിയാലോ, ഇപ്പോഴത്തെ വിഷയം വെച്ചിട്ടാണ് പറയുന്നത്. അയ്യപ്പൻ്റെ പാളി തന്നെ. പാളി എടുത്തിട്ട് നാരായണ നാരായണ ഒന്ന് ജപിച്ചാൽ മതി. അപ്പാടാ പാടി അടവെക്കും. പാളി എടുക്കാൻ പോകുമ്പോൾ നാരായണ നാരായണ എന്നൊന്ന് ജപിച്ചാൽ പിന്നെ പാളി തൊടില്ല. എല്ലാതെ നാരായണ 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 എന്ന് അടിച്ചുകൊണ്ട് പാളി ഇളക്കിക്കൊണ്ട് നാരായണ നാരായണ എന്ന് എടുത്തുകൊണ്ട് തിരികെ കൊണ്ടിട്ട് ഒരൊറ്റ പോക്ക് പോകുമ്പോൾ എന്ത് നാരായണ വിളിയാണ്, എന്ത് നാമജപമാണ്. ഇതൊന്നും അല്ല ശരിയായ ഭക്തനായ അയ്യപ്പൻ അല്ല ആര് നാരദൻ പറഞ്ഞു തരുന്നു. ഉദാഹരണ സഹിതം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരുന്നു. ഒരു കർമ്മം ചെയ്താൽ നാരായണ നാരായണ, നിന്റെ ആഗ്രഹമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഇതൊറ്റൊന്നു മതി. ചെയ്യുമ്പം മോഷ്ടിക്കാനാണെങ്കിലും മോഷ്ടിക്കാൻ പോകുമ്പോൾ നാരായണ നാരായണ മതി. നിനക്ക് വേണ്ടിയാണ് ഞാൻ മോഷ്ടിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. അതാണ് നാമജപം. അല്ലാതെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് തപ്പയും ഉണ്ടായാലും പൂച്ചയും ഉണ്ടായാലും ഒരർത്ഥവും പിടികിട്ടില്ല. അങ്ങനെ കളകളെ നാട്ടിക്കൊണ്ടിരിക്കും. ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്നിട്ടോ 32 ദൃശ്യവും അദൃശ്യവുമായ ഈ പ്രപഞ്ചത്തിൽ ഗുണങ്ങളാൽ മറക്കപ്പെട്ട ഏതൊരുവനാണ്? ഗുണങ്ങളാൽ മറക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം പല ഗുണത്തിലാക്കിയിട്ട് നമ്മളെ അതിൽ ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. പല ഗുണങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്? മായയിലകപ്പെടുന്നത്. ഈ പാളിയെല്ലാം ബ്രഹ്മമായി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പാളി സ്വർണമായി കാണുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. പാളി കാണുമ്പോൾ ഇത് സ്വർണമാണ്, അതിൻ്റെ അകത്ത് ചെമ്പാണ്. ചെമ്പ് മുഴുവൻ ചെമ്പാക്കിയിട്ട് പൂശിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും. ചെമ്പ് കൂടി പൂശലാകുമ്പോൾ ഇന്ന് സംഭവിക്കും. ചെമ്പ് കുറഞ്ഞ് തകിടാകുമ്പോൾ ഇന്ന് സംഭവിക്കും. ഇതെല്ലാം ഈ ചെമ്പ്, ഇത് അളവ്, ഇതിലെല്ലാം ഉള്ള ഈ ഗുണങ്ങളാണ് നമ്മളെ മനസ്സിൽ എന്തുണ്ടാക്കുന്നത്? മായയിൽ അകപ്പെടുത്തുന്നത്. അങ്ങനെ
ദൃശ്യവും അദൃശ്യവുമായ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ ആ വസ്തുക്കളിലെല്ലാം പല ഗുണങ്ങളാൽ മറക്കപ്പെട്ട, മായയാൽ മറക്കപ്പെട്ട അങ്ങേക്ക് അങ്ങനെയുള്ള പ്രപഞ്ചം സൃഷ്ടിച്ച അങ്ങേക്ക് ആ നിന്തിരുവടിയിലേക്ക് എന്തു ചെയ്യുന്നു? അതെല്ലാം അങ്ങാണ് ചെയ്തതെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പ്രപഞ്ചമെല്ലാം പല ഗുണങ്ങളുമായിട്ട് സൃഷ്ടിച്ചിരിച്ച് മായയിൽ നമ്മളെ അകപ്പെടുത്തിയതാണെന്ന്, ആ ശക്തിവിശേഷം അങ്ങാണെന്നുള്ള സത്യം നമ്മൾ അറിയുന്നു. ഇനി 33 പറയുകയാണ്, തന്നിൽ നിന്നും ഉളവായ ഗുണങ്ങളാൽ മറക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യം തന്നെ, തന്നിൽ നിന്നും ഉളവായ ആ ഗുണങ്ങളും ആ നിർഗുണമായ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തന്നിൽ നിന്നും ഉളവായ ഗുണങ്ങളാൽ മറക്കപ്പെട്ടു. അപ്പം അങ്ങ് ഓരോന്നിനെയും തെങ്ങായും മാവായും പട്ടിയായും പൂച്ചയായും എല്ലാം സൃഷ്ടിച്ചിട്ട് ഗുണങ്ങൾ കൊടുത്തിട്ട് അതിൻ്റേതായ ഗുണങ്ങൾ കൊടുത്തപ്പോൾ മറക്കപ്പെട്ടു. നമുക്ക് കണ്ണിൽ നോക്കുമ്പോൾ ഇതെല്ലാം പലതായിട്ട് തോന്നിയാണ്. അപ്പം നമ്മൾ എല്ലാം ആയതേതാണ്? ആ ബ്രഹ്മം തന്നെയാണ്. പട്ടിയായതും പൂച്ചയായതും പ്രമോദായതും എല്ലാം തെങ്ങായതും മാവായതും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ പഴയ രൂപത്തിലായിപ്പോയത് കൊണ്ട് നമ്മൾ മായയിൽ അകപ്പെട്ട് ഇതൊന്നാണെന്ന്, ബ്രഹ്മമാണെന്ന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പറ്റിയത്? ഞാൻ കുബേരനാണ്, ഞാൻ എന്തെല്ലോ ആണ്, മറ്റവന്മാർ തല്ലിപ്പൊളിയാണെന്നുള്ള തോന്നിയതും മറ്റുള്ളവരെ ഉപദ്രവിക്കാനെല്ലാം തോന്നിയത്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ വ്യത്യാസമെല്ലാം, ഭേദഭാവമെല്ലാം ഇല്ലാതായി. അങ്ങനെ പല ഗുണങ്ങളോടെ മറക്കപ്പെട്ട, മായാൽ മറക്കപ്പെട്ടോട് കൂടിയനായ ബ്രഹ്മസ്വരൂപിയും സൃഷ്ടികർത്താവുമായ നിൻ തിരുവടിയെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. സദൃശ്യ ഗുണങ്ങളില്ലാത്തതും അതിശയകരവുമായ വിവിധ ശരീരങ്ങളാൽ പൊരുത്തമില്ലാത്ത വീര്യത്താലും ശരീരങ്ങളിൽ, അപ്പോൾ സദൃശ്യമല്ലാത്ത, ഒരേപോലെ ഇല്ലാത്ത കുറേ ശരീരങ്ങളെയാണ് സൃഷ്ടിച്ചത്. സദൃശ്യമില്ലാത്ത, എല്ലാം ഒരേപോലെയൊന്നുമല്ല. തെങ്ങ് തന്നെ 2 തെങ്ങ് നോക്കിയാൽ 2 തരത്തിലാണുള്ളത്. എന്തെങ്കിലും വല്ല വ്യത്യാസം കാണും. മനുഷ്യർ തന്നെ പല രൂപത്തിലാണുള്ളത്. അപ്പോൾ സദൃശ്യമല്ലാത്തതാണ് എല്ലാത്തിനെയും ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെയോ അതിശയകരമായ വിവിധ ശരീരങ്ങളാണ്. എല്ലാം പലതരത്തിലുള്ള ശരീരം. ചിലതിന് 2 കാലുള്ളത്, ചിലതിന് തെങ്ങിനെല്ലാം 1 വെച്ചിട്ട്, മറ്റുള്ളതിന് 4 കാലുള്ളത്, അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ശരീരങ്ങൾ, വെളുത്ത് കറുത്ത എന്നെല്ലാം പറഞ്ഞ് പലതരത്തിൽ ഉണ്ടാക്കിയിട്ടിട്ട് പൊരുത്തമില്ലാതെ വീര്യത്താലും, ഓരോന്നിന് നല്ല ശൗര്യം ഉണ്ടാവും, ഒന്നിന് ദേഷ്യം പിടിക്കും, ഓരോന്നിന് പെട്ടെന്ന് മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം. വേറെ ചിലതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തുപ്പിയാലും മുണ്ടില്ല. അത്തരത്തിലുള്ള ആൾക്കാർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ശരീരത്തിനുള്ളിൽ ശരീരമില്ലാത്തതായ ഭവാൻ അവതാരമായിട്ട് തീർന്നിരിക്കുന്നു. ശരീരമില്ലാത്ത അങ്ങ് അവതാരമായിട്ട് ഇങ്ങനെ പല രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം അങ്ങ് തന്നെയാണ്. അതാണ് അവതാരമായിട്ട് നമ്മൾ കാണേണ്ടത്. അങ്ങ് തന്നെയാണ് ഇങ്ങനെ പല ഗുണങ്ങളോടുകൂടി പല രൂപത്തിൽ പല സ്വഭാവവിശേഷത്തിലെല്ലാം അവതാരങ്ങളായിട്ട് ഇവിടെ എല്ലാം കാണുന്നത്. എല്ലാം ഈ കാണുന്നത് മുഴുവൻ അങ്ങാണ്. പല രൂപത്തിൽ മായയാൽ, പല ഗുണങ്ങളാൽ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ഇതെല്ലാം അവതാരം തന്നെയാണ്. നമ്മളെല്ലാം ഓരോ അവതാരമാണ്. അതുകൊണ്ടല്ലേ ചിലവരെല്ലാം ഓരോന്ന് കാട്ടിക്കൊടുക്കുമ്പോൾ ഇതെന്തൊരു തരം അവതാരം എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. ചിലവരെ കാര്യം ഇതെന്തൊരു അവതാരമാണിത്. എല്ലാ അവതാരമാണ്. നമ്മൾ ഓരോ ആൾക്കും അവരുടേതായ പ്രത്യേകമുണ്ട്. എല്ലാ മനുഷ്യരും വ്യത്യസ്തമാണ്. ഓരോന്നിൽ നോക്കിയാലും ഓരോ ഗുണങ്ങൾ കാണാം. അതെല്ലാം തന്നെയാണ് അവതാരം. ഇത് 36 പറയാണ്, ആ പൂർണ്ണാനന്ദ സ്വരൂപനും എല്ലാം തികഞ്ഞവനാണ് അങ്ങ്. പൂർണ്ണമംഗളമൂർത്തിയാണ്. പിന്നെയോ
യാദവരുടെ നാഥനായിട്ട് ഇപ്പോഴങ്ങ് വന്നിരിക്കുന്നത് യാദവ കുലത്തിൻ്റെ നാഥനായിട്ടാണ്. അപ്പം പൂർണ്ണസ്വരൂപനാണ്, പൂർണ്ണമംഗളകാരിയാണ്, മംഗളമൂർത്തിയാണ്, ശാന്തനാണ്. യാദവരുടെ നാഥനായിട്ടാണ് അങ്ങിപ്പം വന്നിരിക്കുന്നത്. വസുദേവ കുമാരനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള തിരുവടിക്ക് നമസ്കാരം. ഹേ സർവവ്യാപി 37 എല്ലായിടവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവൻ. ഹേ സർവ ഇവിടെ മാത്രമേ ഈ കുട്ടിയായിട്ടൊന്നും അല്ല നമ്മൾ കാണുന്നു, സർവവ്യാപിയാണ് ഇപ്പോൾ കുട്ടിയാണ് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും കുട്ടിയായിട്ടൊന്നും അല്ല കാണുന്നത്, സർവവ്യാപിയായ ശക്തിയാണ്. അപ്പം ബുദ്ധി തെളിയുമ്പോൾ, ബുദ്ധി കുറയുമ്പോൾ നമ്മൾ ഈ കുട്ടി യശോദേവൻ്റെ മറ്റേ കുട്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കും. ബുദ്ധി വികസിച്ച് വരുമ്പോൾ നമ്മൾ ഈ ശക്തി ഏതാണ്? ആ സർവവ്യാപിയായ ശക്തിയാണ്. അങ്ങയുടെ സേവകനായ പരമശിവന്റെ ദാസന്മാരായ ഞങ്ങളെ, അങ്ങയുടെ സേവകനായ പരമശിവന്റെ ദാസന്മാരായ ഞങ്ങളെ. അപ്പം അങ്ങയുടെ സേവകനായ പരമശിവൻ എന്ന് പറയുമ്പോൾ ഈ വിഷ്ണുവിനെ ഏത് രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത്? ആ നിർഗുണമായ ബ്രഹ്മമാ ശ്രീഹരി. അല്ലാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ആരൂപത്തിലല്ല ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇവിടെ പറയുന്നതെല്ലാം ഏകമായ ബ്രഹ്മത്തെ പറ്റിയാണ്. ഇല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് തുല്യ ലെവലിലാണ്. സേവ ചെയ്യാലോ, തുല്യത്തിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങയുടെ ശിവൻ്റെ തുല്യ സേവകനായ ശിവൻ്റെ അങ്ങയുടെ സേവകനായ ശിവൻ്റെ ദാസന്മാരായിരുന്നു നമ്മൾ. പണ്ട് ദാസന്മാരായിരുന്നു. അഹങ്കാരം തടക്ക് മൂത്തപ്പോഴാണ് നാരദൻ ശപിച്ചത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മളെ പോകുവാൻ അനുവദിക്കണം. എന്നിട്ടോ ഞങ്ങൾ നിന്തിരുവഴി ദർശനവും നാരദനാലാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങൾക്ക് നിന്തിരുവരുടെ ദർശനം നാരദ മുനിയാൽ സംഭവിച്ചു. അപ്പം നാരദൻ അന്ന് ആ ഒരു കൃപ കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പം നിങ്ങളെ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ശക്തിയെ കാണാൻ സാധിച്ചത്. ഇനി 38 വരെയാണ്. ഞങ്ങളുടെ വാക്ക്, ഇനി മുതൽ ഞങ്ങളുടെ വാക്കെപ്പോഴും അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുവാനും അങ്ങയുടെ കഥകൾ കേൾക്കാൻ വേണ്ടിയല്ലാണ് ബാക്കിയുള്ള സമയം ഉപയോഗിക്കുക. കൈകൾ അങ്ങയ്ക്ക് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുന്നതിനും. ഇപ്പം എങ്ങനെയാണ് ഇനിയുള്ള കാലഘട്ടത്തിലെ കൃഷ്ണൻ്റെ കാലഘട്ടം വരുമ്പോൾ മനുഷ്യർ ജീവിക്കേണ്ട എങ്ങനെയാണ്? നിന്തിരുവടെ ദർശനം അല്ല, അങ്ങയുടെ ഞങ്ങളുടെ വാക്ക് അങ്ങയുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കാനും ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ കഥകൾ കേട്ടുകൊണ്ട്, അതായത് ലോകം മുഴുവൻ ഒരു ശക്തി വിശേഷമുണ്ട്, അവരാണ് ലോകത്തെ നയിച്ചുകൊണ്ട് ഇങ്ങനൊരു വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നും നമ്മുടെ കവികൾ ആർക്ക് വേണ്ടി? അങ്ങയുടെ ദാസ്യവൃത്തി ചെയ്യുന്നതിന് വേണ്ടി, അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടി, ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ഇനി നമ്മൾ ചെലവിടാൻ പോകുന്നത്. മനസ്സെപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളിലും, അല്ലാതെ ഞാൻ എനിക്ക് എന്ന ചിന്ത ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. മഹാഭാരത യുദ്ധത്തിന് ശേഷം, 3ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇതിപ്പം പറയുന്ന ഏതാണ്? വസുദേവ മറ്റേ ഇവിടുത്തെ കാര്യമാണ്, യാദവരുടെ കുലത്തിലേക്ക് പോകുന്ന കാര്യമാണ്. അവസാനം എത്തിച്ചേരുന്നതാണ് വസുദേവ കുടുംബം, ലോകം മുഴുവൻ. ശിരസ് അങ്ങയുടെ ആവാസസ്ഥലമായ ലോകത്തെ നമസ്കരിക്കുന്നതിന്. ശിരസ് അങ്ങയുടെ വാസസ്ഥലമായ ലോകത്തെ, ഏതാണ് ലോകം? ഈ പ്രപഞ്ചത്തെ നമസ്കരിക്കുക. പ്രപഞ്ചം തന്നെയാണ് ആര്? ശ്രീഹരി. അപ്പം നമ്മൾ നമിക്കേണ്ടതാരാണ്? പ്രപഞ്ചത്തോടാണ് നമുക്ക് കടപ്പാട്, ഈ ലോകത്തോടാണ് കടപ്പാട്.
ഈ സമൂഹം അതാണ് എല്ലാമായി മാറിയത്. ആ സമൂഹത്തോടാണ് നമ്മൾ കടപ്പാട്. അപ്പം നമ്മുടെ മനസ്സും എല്ലാം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരേ ഭാവനയോടെ കണ്ടുകൊണ്ട് ഭേദഭാവമൊന്നുമില്ലാതെ നമ്മൾ ലോകത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു യുഗത്തിലേക്കാണ് കൃഷ്ണൻ കൊണ്ടുപോകുന്നത്. അവസാനം ലോകം അവിടെ തന്നെയാണ് എത്തിച്ചേരുക. കണ്ണ് അങ്ങയുടെ ഭക്തന്മാരായ ഭക്തജനങ്ങളുടെ ദർശനത്തിന് വേണ്ടി, അങ്ങയുടെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, സജ്ജനങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കണ്ണുകൾ ഉപയോഗിക്കുക. 39 ഇപ്രകാരം അവർ സ്തുതിച്ചപ്പോൾ കൃഷ്ണൻ കെട്ടിൽ ബന്ധിതനായി കൊണ്ട് നിന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് യക്ഷന്മാരോട് പറഞ്ഞു. ഇപ്പോഴും ബന്ധിച്ചിട്ടിട്ടുണ്ട്. ആ കഥ അവിടെ കിടക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഇപ്പം വേറൊരു കഥ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരളോട് കെട്ടി വെച്ചിരിക്കുന്നു. ആ കെട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് യക്ഷന്മാരോട് പറഞ്ഞു. 40 ഐശ്വര്യത്താൽ കണ്ണു കാണാത്ത നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുവാനായിക്കൊണ്ട് ശാപരൂപമാകുന്ന അനുഗ്രഹം ചൊരിഞ്ഞത് ആര്? ശാപരൂപമാകുന്ന അനുഗ്രഹം ചൊരിഞ്ഞു ആ നാരദൻ. ആ ശാപരൂപമാകുന്ന അനുഗ്രഹം ചൊരിഞ്ഞത് എനിക്ക് മുമ്പേ അറിയാം. അതായത് എനിക്ക് മുമ്പേ അറിയാം, ഞാൻ അറിഞ്ഞിട്ടേ ഇവിടെ ഒരു കാര്യം നടക്കുന്നുള്ളൂ. അപ്പം നാരദൻ ചെയ്തത് എന്താണ്? ശ്രീഹരി മനസ്സിൽ ചിന്തിച്ച കാര്യം തന്നെയാണ് ഇവന്മാരെ നന്നാക്കിയിട്ട് ഈ ലോകത്തിന് ഉള്ള ചിന്താഗതിയിലേക്ക് കൊണ്ടുവരണം. അത് നാരദനിലൂടെ പറഞ്ഞത് നാരദൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നാരദൻ സ്വന്തം ഇഷ്ടത്തിലൊന്നും ചെയ്യുന്നില്ല. എന്താണോ ശ്രീഹരി അല്ലേ ലോകം നാളെ എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, ആ ചിന്താഗതി അദ്ദേഹം പോയിട്ട് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കും. അത്രമാത്രമേ അദ്ദേഹത്തിന് ജോലിയുള്ളൂ. നാരായണൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നടപ്പാക്കുക. അത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വിടുക. ഇതാണ് നാരദൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാരദൻ ഏറ്റവും വലിയ ഭക്തനാണ്. ആര്? നാരദൻ. നാരദൻ എന്തേ ചെയ്യുള്ളൂ? ചെയ്തിട്ട് നാരായണ നാരായണ, ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു, നീ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇതാണ് നാമജപം, ശരിയായ നാമജപം. അത് പുറത്ത് കേൾക്കാൻ 10 പേര് കേൾക്കത്തക്കവണ്ണം പറയേണ്ട ആവശ്യമില്ല. ചെയ്യുമ്പോൾ മനസ്സിൽ നാരായണ ഞാനിത് ചെയ്യുന്നു. ധൈര്യത്തിൽ ഏത് വിഗ്രഹവും എല്ലാം അടിച്ചു മാറ്റാൻ പോകുന്നവരാണെങ്കിലും, വിഗ്രഹം അടിക്കുന്ന കുറേ കക്ഷികളുണ്ടല്ലോ, പോകുമ്പോഴും ഒന്ന് മാത്രം ചെയ്താൽ മതി. മനസ്സിൽ ചെയ്യുമ്പോൾ നാരായണ നാരായണ, വളരെ എഫക്റ്റീവായിരിക്കും. എല്ലാം നാരായണ നാരായണ എന്നും പറഞ്ഞ് നാമജപം ചെയ്യുന്നതിന് ഒരു കാര്യമില്ല, വെറുതെ സമയം വേസ്റ്റ്. വേദങ്ങളിലൂടെ ഓരോ കഥാപാത്രത്തെ കൊണ്ട് നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയായ നാമജപം നാരായണ നാരായണ എന്ന് ഒരു കർമ്മം ചെയ്യുമ്പോൾ പറയുക. കർമ്മം ചെയ്ത ഉടനെ നാരായണ നാരായണ ഞാനിത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരി. അത് വളരെ 100% എഫക്റ്റീവുമാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, മനസ്സിന് സങ്കടമൊന്നും ഉണ്ടാവില്ല, ദുഃഖവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠിക്കുമ്പോഴും പഠിച്ചിട്ട് നാരായണ എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷ എഴുതിയിട്ട് നാരായണ നാരായണ എനിക്ക് വേണ്ടി ഞാൻ പരീക്ഷ എഴുതിയിരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ജയിപ്പിച്ചോ, വേണ്ടെങ്കിൽ തോൽപ്പിച്ചോ, നീ എന്താണോ നീ തീരുമാനിക്കുന്നത് ഞാനത് സ്വീകരിക്കുന്നു. എന്നെ പഠിച്ചിട്ട് വലിയൊരു ശാസ്ത്രജ്ഞനാക്കിയിട്ട് ജോലി ചെയ്യിപ്പിക്കാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ഞാൻ പാസ്സാകും. നീ പാസ്സാക്കിയപ്പോൾ ഞാനവിടെ എത്തും. എല്ലാം എന്നെ കൊണ്ട് എൻ്റെ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, എന്തെങ്കിലും അത് ഇത് ചെയ്യാനാണെങ്കിൽ നീ തോൽപ്പിക്കും. അത് ഉറപ്പാണ്. എന്താണ് നാളെ ഞാൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച്
നാരായണൻ മുന്നോട്ടേക്ക് നയിക്കും. അതുകൊണ്ട് നമുക്കുള്ള ഫലം എന്തേ ഉള്ളൂ? ഏത് കർമ്മം ചെയ്യുമ്പോഴും നാരായണ നാരായണ, തീർന്നു. പിന്നെ ഫലത്തെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം, കാരണം ചെയ്യുന്നത് നാരായണന് വേണ്ടിയാണ്. പിന്നെ നമ്മളെന്തിനാണ് ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നത്? മനസ്സിൽ എന്ത് ആശ്വാസമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, 100% ഗ്യാരണ്ടിയാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ദിവസവും, നടക്കുന്ന കാര്യമാണെങ്കിൽ. എന്നിട്ട് 41, തികച്ചും എന്നിൽ മനസ്സർപ്പിച്ച് സമചിത്തരായ സജ്ജനങ്ങളുടെ ദർശനത്താൽ മനസ്സിലെ മായബന്ധനം അകലും. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സാമീപ്യം നമ്മുടെ മനസ്സിലെ മായാബന്ധങ്ങളെ അകറ്റും. ഏതുപോലെ? സൂര്യൻ ഇരുട്ടിനെ മാറ്റി വസ്തുക്കളെ കാണിക്കുന്നത് പോലെ നല്ല സജ്ജനങ്ങളുടെ സമ്പർക്കം. ഇവിടെ സജ്ജനം ആരാണ്? നാരദനാണ് സജ്ജനം. നാരദൻ്റെ ഒരൊറ്റൊരു സാമീപ്യമുണ്ടായപ്പോൾ തന്നെ ഇങ്ങനെ ഇവന്മാരുടെ എല്ലാ ദുഷ്ടപ്രവർത്തികളും പോയി നേരായ വഴിക്ക് എത്തി. അതിനാൽ നിങ്ങൾ ഭക്തിയുള്ളവരായിട്ട് നിങ്ങളിപ്പം ഭക്തിയുള്ളവരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഭക്തിയുള്ളവരാകേണ്ട ആവശ്യമില്ല. അതിനാൽ നിങ്ങൾ ഭക്തിയുള്ളവരായി സ്വസ്ഥാനത്തേക്ക് പോകുവിൻ. നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് പോയിക്കോളൂ. എവിടുന്നാണ് വന്നത്? ശിവൻ്റെ അടുത്തു നിന്നാണല്ലോ വന്നത്. അവിടത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾക്ക് ആഗ്രഹിക്കപ്പെട്ട ഉത്കൃഷ്ടമായ സംസാരം ദുഃഖമെല്ലാം അകന്നിട്ടുള്ള ഭക്തി എന്നിൽ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കപ്പെട്ട ഭക്തി, ഉത്കൃഷ്ടമായ ഭക്തി, സംസാര ദുഃഖമെല്ലാം അകറ്റുന്ന ഭക്തി എന്നിൽ ഉണ്ടാകും. ഇനി 43 ഈ വിധം പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായ രണ്ടുപേരും ഉരലിൽ കെട്ടിക്കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പലവട്ടം എന്ത് ചെയ്തു? വലം പ്രദക്ഷിണം വെച്ചു. ഉരലിൽ ഉരളിൽ പിടിച്ച് കെട്ടിയിരിക്കുകയാണല്ലോ കൃഷ്ണന്. അപ്പോൾ അവരെ എന്ത് ചെയ്തു? പലവട്ടം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചതിൻ്റെ ശേഷം, പല പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു, പിന്നെ നമസ്കരിച്ചിട്ട് എന്ത് ചെയ്ത്? വടക്ക് ദിക്കിലേക്ക് പോയി. വടക്കിലാണല്ലോ മറ്റേ ശിവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി.